കടം എന്ന വലിയ ഭാരം നിങ്ങളിൽ നിന്നും ഒഴിവാക്കാനുള്ള മാർഗങ്ങളെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടച്ചു തീർക്കാനുള്ള EMIകൾ, ലോണുകൾ, വാടക തുടങ്ങിയ എല്ലാ തരം ബില്ലുകളും നമ്മളെ വളരെയധികം ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട്. ഈ ടെൻഷൻ ഒഴിവാക്കി കടം എന്ന ഭയം നമ്മളിൽ നിന്നും മാറ്റാനുള്ള പല മാർഗങ്ങളും ഞാൻ പറഞ്ഞു തന്നു. താങ്ക് യു എന്ന ഏറ്റവും മാന്ത്രികമായ വാക്കിനെ പറ്റിയും ആ താങ്ക് യുവിൻ്റെ അത്ഭുത സിദ്ധികളെപ്പറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഷോർട്ട് വീഡിയോ നോക്കിയാൽ കിട്ടും. ലോൺ അടയ്ക്കാനുള്ള ഒരു ബില്ല് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. ആ ബില്ല് കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിനെ ഒരു അനുഗ്രഹമായിട്ട് കാണുക. നിങ്ങളുടെ ബില്ല് ഒരു ഹോം ലോൺ ആണെന്ന് കരുതുക. നിങ്ങൾ വീട് വെക്കാനായിട്ട് ബാങ്കിൽ നിന്നും വായ്പ എടുത്ത ബില്ലാണ് എന്ന് കരുതുക. അതിനുശേഷം ആ ബില്ല് നോക്കി പറയുക, എനിക്ക് അതിസുന്ദരമായ ഒരു ഭവനം, സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു ഭവനം നിർമ്മിക്കാനായി എനിക്ക് തന്ന പണത്തിന് നന്ദി. ഇതുപോലെ നമ്മൾ എന്താവശ്യത്തിനാണോ ലോൺ എടുത്തത് ആ ആവശ്യം സാധിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നന്ദി പറയുന്നതായിട്ട് ബില്ലിനോട് സംസാരിക്കുക. കേൾക്കുമ്പോൾ ഇത് മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കാൻ എടുത്ത EMI ആണ് എന്ന് കരുതുക. നിങ്ങളുടെ ഏത് ആവശ്യത്തിനാണെങ്കിലും ആ ആവശ്യം സാധിച്ചു തന്നതിന് ബില്ലിനോട് നന്ദി പറയുക. അതിനുശേഷം ഒരു പേപ്പർ എടുത്തിട്ട് താങ്ക് യു, ഐ പെയ്ഡ് എന്നെഴുതുക. അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയുക, താങ്ക് യു, ഐ പെയ്ഡ്, ഞാൻ പണം അടച്ചു കഴിഞ്ഞു. ഇതിലൂടെ നാം എന്താണ് പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ ബില്ലടയ്ക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. അടച്ചു തീർക്കാനുള്ള പണത്തിന് നമ്മൾ മുൻകൂറായി നന്ദി പറയുന്നു. ഇവിടെ നിങ്ങൾ ഭയത്തിൽ നിന്നല്ല പ്രവർത്തിക്കേണ്ടത്, വിശ്വാസത്തിൽ നിന്നാണ്. ഇല്ലായ്മയിൽ നിന്നല്ല, സമൃദ്ധിയിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. ഇങ്ങനെ ഓരോ ബില്ലുകളോടും നിങ്ങൾ നന്ദി പറയുക. ആ ബില്ലുകൾ മുഖാന്തരം നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയ കാര്യങ്ങളെ ഓർത്തു വേണം ബില്ലുകളോട് നന്ദി പറയാൻ. അങ്ങനെ ബില്ലുകളോടുള്ള പേടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ബില്ലുകളോട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ബില്ലുകളോടുള്ള പേടിയും നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടും. അത്ഭുതകരമായി പണമടയ്ക്കാനുള്ള സാഹചര്യം നിങ്ങളെ തേടി വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഉപബോധ മനസ്സിൽ റീപ്രോഗ്രാം ചെയ്യുക, പ്രപഞ്ചത്തോട് നന്ദി പറയുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓർക്കുക, കടം തീരണമെങ്കിൽ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് മൈൻഡാണ്.